Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtad wa man yudlil falan tajida lahu waliyyan murshida ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പ്രവാചകനും മഹാഗുരുവിനും അവരുടെ ആധ്യാത്മികമായ ചൈതന്യത്തെ ഏറ്റുവാങ്ങി അവരെ പുഷ്ടിപ്പെടുത്താനും അവരെ സ്ഥിരപ്പെടുത്താനും ഒരു സഹായിയെ, ഒരിണയെ അള്ളാഹു നൽകുന്നുണ്ട്. അവരിലൂടെയാണ് ഈ മഹാഗുരുക്കന്മാർ തങ്ങളുടെ ഭൗതികമായ അസ്തിത്വത്തെ ഈ ലോകത്ത് നിലനിർത്തുന്നത്. അത് ആദമിന് ഹവ്വയായി, ഇബ്രാഹിമിന് ഹാജറയായി, ഈസയ്ക്ക് മഗ്ദലന മേരിയായി, മൂസയ്ക്ക് ഒരു സഫൂറയായി നമുക്ക് ചരിത്രത്തിൽ കാണാം. മഹാഗുരുക്കന്മാരും മഹാപ്രവാചകന്മാരുമായ ഈ ആളുകളെല്ലാം തങ്ങളുടെ ഭൗതികമായ അസ്തിത്വത്തെ വേരോട്ടിയിരുന്നത് ഈ ഒരു പ്രതലത്തിലായിരുന്നു. അതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ വായിക്കാം. ഹാജറയില്ലാത്ത ഇബ്രാഹിം സങ്കല്പിക്കാൻ നിവൃത്തിയില്ലാത്തതും ശൂന്യവുമാണ്. ഹവ്വ ഇല്ലെങ്കിൽ ആദമിൻ്റെ ചരിത്രം ഒരിക്കലും സമ്പൂർണ്ണമാകില്ല. ഇത് ഒരു സ്ത്രീ പുരുഷനെ സഹായിക്കുന്നു എന്ന ഭൗതികമായ അർത്ഥത്തിലല്ല, മറിച്ച് മഹാഗുരുക്കന്മാരുടെ വേരുകളെ താഴോട്ട് കൊണ്ടുപോയി ഉറപ്പിച്ചു നിർത്തുന്നത്, അത് അവർക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാനും സമൂഹമധ്യേ പടർന്ന് പന്തലിക്കാനും സാഹചര്യമൊരുക്കുന്നത്, അവരുടെ പ്രതലത്തെ വളക്കൂറുള്ളതാക്കുന്നത്, കൊടുങ്കാറ്റുകളിൽ അവരെ തളരാതെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു സാന്നിധ്യമാണ്. അത് ഒരു ഭാര്യാഭർത്തൃ ബന്ധമെന്ന അർത്ഥത്തിൽ മാത്രം കാണുകയും കണക്കാക്കുകയും വയ്യ. ആദമിന് ഹവ്വ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഭാര്യയായിരുന്നു എന്നുത്തരം പറയുന്നവർ ആദമിനെയും ഹവ്വയെയും മനസ്സിലാക്കാത്തവരാണ്. ആദമിന് ഹവ്വ വെറുമൊരു ഭാര്യയല്ല, ഹവ്വയ്ക്ക് ആദം വെറുമൊരു ഭർത്താവുമല്ല, മറിച്ച് ആദമിലേക്ക് ഊർന്നു വന്നിട്ടുള്ള നൂറാനിയത്തിൻ്റെ എല്ലാ പ്രഭയും ഏറ്റുവാങ്ങുന്ന ഒരു ട്രാൻസ്ഫോമറായിരുന്നു ഹവ്വ. ഹവ്വയിലൂടെയാണ് ആദം തൻ്റെ പ്രകാശത്തെ വിനിമയം ചെയ്തത്. അങ്ങനെയാണ് അത് സമൂഹത്തിലേക്ക് പ്രസരിച്ചത്. ഇത് എല്ലാ പ്രവാചകന്മാർക്കും നമുക്ക് കാണാം. ഭാരതീയ ദൈവസങ്കല്പത്തിൽ പോലും രാധയില്ലാത്ത കൃഷ്ണനെ, പാർവതിയില്ലാത്ത ശിവനെ സങ്കല്പിക്കാൻ സാധ്യമല്ല, സീതയില്ലാത്ത രാമനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. അതങ്ങനെയാണ്. ഒരു ഹോളി ഫാമിലിയുടെ ഭാഗമായിട്ട് മാത്രമേ മഹാഗുരുക്കന്മാർ
അറിയപ്പെടുകയുള്ളൂ. ഇത് ചരിത്രത്തിൽ അങ്ങനെയേ സാധ്യമായിട്ടുള്ളൂ, അങ്ങനെയേ സാധ്യമാവുകയുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ അർത്ഥപൂർണമാക്കിയത് ആരായിരുന്നു എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. മുഹമ്മദ് നബിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. അത് ആയിരക്കണക്കിനുണ്ട്, ഒരുപക്ഷേ ലക്ഷക്കണക്കിനുണ്ട്. അവരൊക്കെയും പ്രവാചകൻ്റെ അധ്യാത്മഭാവത്തെ സ്വീകരിച്ചവരും ഏറ്റുവാങ്ങിയവരുമാണ്. അത്തരത്തിലുള്ള ഒരു ശിഷ്യഗണത്തിൽ അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളിൽ പ്രവാചകൻ തിരഞ്ഞെടുത്ത ഒരു ശിഷ്യൻ അലിയാണ്. പക്ഷേ പ്രവാചകൻ ഒരു ശിഷ്യനെ പോരായിരുന്നു. പ്രവാചകൻ്റെ പ്രതലത്തെ വളക്കൂറുള്ളതാക്കി മാറ്റുന്ന ഒരു ഹവ്വയെ, ഒരു ഹാജറയെ, ഒരു മഗ്ദലനമേരിയെ, ഒരു സഫൂറയെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകന് അള്ളാഹു കനിഞ്ഞു കൊടുത്ത ആ ഒരു പ്രതലമാണ് ഖദീജ എന്ന് നാം മനസ്സിലാക്കണം. ഖദീജ പ്രവാചകൻ്റെ വെറുമൊരു ഭാര്യയായിരുന്നില്ല. ഖദീജ പ്രവാചകൻ്റെ എല്ലാമായിരുന്നു. ഒരു മനുഷ്യന് ആരൊക്കെയായി തീരാമോ, ഒരു മനുഷ്യന് ആരൊക്കെയായി മാറേണ്ടതുണ്ടോ അങ്ങനെയൊക്കെയായി മാറിയ ഒരു മനുഷ്യ പ്രകൃതത്തിൻ്റെ പേരാണ് ഖദീജ. പ്രവാചകനും ഖദീജയും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പഠിച്ചതുപോലെ 15 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നു. ചിലരൊക്കെ പറയുന്നു 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രവാചകന് 25-ഉം ഖദീജയ്ക്ക് 28-ഉം വയസ്സായിരുന്നു വിവാഹ സമയത്ത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ല, പ്രവാചകന് 25-ഉം ഖദീജയ്ക്ക് 40-ഉം. വയസ്സിൽ വലിയ കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഏകപക്ഷീയമായി അങ്ങനെ മാത്രമാണ് എന്ന് കരുതേണ്ടതില്ല. ഖദീജ മുഹമ്മദ് നബിയുടെ ഒരർത്ഥത്തിൽ മുതലാളിയായിരുന്നു. അവരുടെ കച്ചവട സംഘത്തിൻ്റെ മാനേജറായിട്ട് യാത്ര പോവുകയും വളരെ വിജയകരമായി കച്ചവടം പൂർത്തിയാക്കി വരികയും ചെയ്തു. അവർ തമ്മിൽ പ്രണയമുണ്ടായി. പ്രണയത്തെ ഏറ്റവും ധനാത്മകമായി സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പ്രവാചകൻ്റെയും ഖദീജയുടെയും കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഖദീജ ഏകപക്ഷീയമായി പ്രവാചകനെ പ്രണയിക്കുകയായിരുന്നില്ല. മുഹമ്മദ് ഖദീജയെ അങ്ങോട്ടും പ്രണയിച്ചിരുന്നു. അത് അവരുടെ വിവാഹ ഖുതുബയിൽ അബൂ താലിബ് പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ഖുതുബ നിർവഹിച്ചത്, വിവാഹ ഖുതുബ നിർവഹിച്ചത് അബൂ താലിബാണ്. നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞയച്ച അബൂ താലിബ്. അദ്ദേഹം ആ ഖുതുബയിൽ പറയുന്നുണ്ട്, ഇന്നബ്ന അഖി ഹാദാ മുഹമ്മദുൻ ലാ യൂസനു ബിഹി റജുലുൻ മിൻ ഖുറൈഷ്. ഇതാ എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ്. ഈ അറേബ്യൻ നാട്ടിൽ ഒരാളോടും തുലനം ചെയ്യാൻ കഴിയാത്ത വ്യക്തിത്വം. ഇല്ലാ റജ്ജഹ അലൈഹി ബിർറ വഫല്ല വകറമ വഅഖ്ല വമജ്ദ. ഈ ചെറുപ്പക്കാരനായ എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദിൻ്റെ അത്ര മഹത്വമുള്ള, അത്രമേൽ ബുദ്ധിശാലിയായ, അത്രമേൽ ആദരണീയനായ, അത്രമേൽ ഗുണവാനായ ഒരാളെ അറേബ്യൻ പ്രദേശത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വഇൻകാന ഫിൽ മാലി ഖില്ലുൻ. ഒരുപക്ഷെ മുഹമ്മദ് ദരിദ്രനായിരിക്കാം. ഫഇന്നൽ മാല ളില്ലുൻ സായിലുൻ. പക്ഷേ പണമല്ലല്ലോ മഹത്വത്തെ അളക്കുന്നത്, അത് നീങ്ങിപ്പോകുന്ന നിഴലാണ്. വഅംറുൻ ഹായിലുൻ. അത് കേവലം ഒരു മായക്കാഴ്ചയാണ്. വഹുവ വല്ലാഹി ബഅദ ഹാദാ ലഹു നബഉൻ അലീം. എനിക്കുറപ്പുണ്ട് മുഹമ്മദ് ഇവിടെയൊന്നുമല്ല നിൽക്കുക, മുഹമ്മദിന് വലിയ എന്തൊക്കെയോ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. വലഹു ഫിൽ ഖദീജത്തി റഗ്ബത്തുൻ. മുഹമ്മദിന് ഖദീജയോട് പ്രണയമാണ്. വലഹാ ഫീഹി മിസ്ലു ദാലിക്. ഖദീജക്ക് മുഹമ്മദിനോടും പ്രണയമാണ്. വമാ അഹ്ബബ്തും മിനസ്സിദാഖി ഫഅലയ്യ. എന്താണോ നിങ്ങൾ നിശ്ചയിക്കുന്ന മഹർ, അത് കൊടുക്കാൻ ബാധ്യസ്ഥനായവൻ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബാണ് പ്രവാചകൻ്റെ ഖുതുബ നിർവഹിക്കുന്നത്. റഹീഖുൽ മഖ്തൂമിൽ 14-ാം പേജിൽ ഈ ഖുതുബ സമ്പൂർണ്ണമായ രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ അബൂ താലിബ് ഖുതുബ നിർവഹിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണെന്ന് സമ്മതിച്ച് പറഞ്ഞ് ഇരുവരും പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഒടുവിൽ വിവാഹിതരാവുകയാണ്. അന്ന് ഈ വിവാഹം വെറുമൊരു സ്വാഭാവികവും സാധാരണവുമായ വിവാഹമായിരുന്നു. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി
എന്ന് നാട്ടിൽ വൈറലായ ഒരു പാട്ടുണ്ടല്ലോ. അത് പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തലശ്ശേരി കെ റഫീഖ് പാടിയ പാട്ടാണത്. അത് പിൽക്കാലത്ത് ഒരു സിനിമയിൽ വന്നപ്പോൾ അതങ്ങ് ഹിറ്റായിന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മക്കയിൽ അങ്ങനെ ഒരു രാജാത്തിയായി വാണ് ഒരു വലിയ കച്ചവട സ്ഥാപനത്തിൻ്റെ അധിപയായിരുന്ന് വിധവയായ ഖദീജയെ വിവാഹം ചെയ്യാൻ പലർക്കും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഖദീജക്ക് അങ്ങോട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. മുഹമ്മദിനോടാണ് പ്രണയം തോന്നിയത്. അത് ചരിത്രപരമായ ഒരു പ്രണയമായിരുന്നു. അത് മുഹമ്മദ് എന്ന ഒരു മഹാവൃക്ഷത്തെ ഈ ഭൂമിയിൽ വേരോടിച്ച് നിർത്തി പടർന്ന് പന്തലിക്കുന്നതിന്, അന്തരീക്ഷമൊരുക്കുന്നതിന് അള്ളാഹു സൃഷ്ടാവ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഖദീജ. ആ പ്രണയം കേവലമായൊരു പ്രണയമായിരുന്നില്ല. ഏതൊക്കെ അർത്ഥത്തിൽ പ്രണയത്തിൻ്റെ പൂർണ്ണതയെ നമുക്ക് പറയാമോ? കവിഭാവനയിൽ, എഴുത്തുകാരൻ്റെ ഭാവനയിൽ ഏതൊക്കെ അർത്ഥത്തിൽ ഒരു പ്രണയത്തെ നമുക്ക് ഉപമിക്കാമോ? ആ അർത്ഥത്തിലെല്ലാം സമ്പുഷ്ടമായ ഒരു പ്രണയ ദാമ്പത്യമായിരുന്നു മുഹമ്മദ് ഖദീജ ദമ്പതികളുടേത്. അത് നീക്കുപോക്കിൻ്റെയോ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയോ പേരായിരുന്നില്ല. പരസ്പരം ഇഴുകി ലയിച്ചു ചേർന്ന ഒരു പ്രണയ ജീവിതമായിരുന്നു അവരുടേത്. എന്തൊക്കെയായിരുന്നു പ്രവാചകൻ അനുഭവിച്ചത്, അത് അതിൻ്റെ ഏറ്റവും കൊടിയ തീക്ഷ്ണതയിൽ അനുഭവിക്കാൻ ഖദീജ മുന്നിൽ നിന്നു. ഷുഐബ് അബി താലിബിൽ നമുക്കറിയാം പ്രവാചകനെ ഉപരോധിച്ച സംഭവം. 3 വർഷമാണ്, 2 വർഷവും ചില്ലറ മാസങ്ങളും. ഷുഐബ് അബി താലിബ് എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ പ്രവാചകനെയും കുടുംബത്തെയും ഉപരോധിച്ചത് ഖുറൈശികൾ. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ, അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ. വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, ഒരു വിവാഹത്തിനോ പരിപാടികൾക്കോ വിളിക്കില്ല. അവരങ്ങോട്ടേക്ക് വിളിക്കാൻ സാധ്യമല്ല. ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവരുമായിട്ട് ആരൊക്കെ സംസാരിക്കുന്നുവോ അവരെ മുഴുവനും മർദ്ദിച്ചും ബഹിഷ്കരിച്ചും ഒതുക്കിയ ആ കലാപരിപാടിയിൽ പ്രവാചകൻ ഖദീജയോട് പറഞ്ഞു, ഖദീജ, ഈ ഉപരോധത്തിൻ്റെ ഘട്ടത്തിലെങ്കിലും നീ വീട്ടിൽ പോയി താമസിക്കുക, നിന്റെ കുടുംബക്കാരോടൊപ്പം താമസിക്കുക, ഇത് സഹിക്കേണ്ടതില്ല നീ. അപ്പോൾ ഖദീജ മുഹമ്മദിനോട് പറഞ്ഞത്, അങ്ങയോടൊപ്പം പട്ടിണി കിടക്കുന്നത് സമൃദ്ധമായി എൻ്റെ വീട്ടിൽ വെച്ച് ആഹരിക്കുന്നതിനേക്കാൾ എനിക്ക് മധുരമാണ്. ഈ അർത്ഥത്തിൽ പ്രണയത്തിൻ്റെ അർത്ഥപൂർണത, പരസ്പരം ലയിച്ചു ചേർന്ന് ജീവിച്ച ദമ്പതികളാണവർ. പ്രവാചകൻ പിൽക്കാലത്ത് ഖദീജയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഖദീജയുടെ മരണശേഷം, ഖദീജ എനിക്ക് എല്ലാമായിരുന്നു. ആളുകളൊക്കെയും എന്നെ ബഹിഷ്കരിച്ചപ്പോൾ അവൾ എന്നെ സ്വീകരിച്ചു. ആളുകളൊക്കെ എന്നെ നിരാകരിച്ചപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. എനിക്കൊന്നുമില്ലാത്ത ഘട്ടത്തിൽ അവൾ എനിക്ക് അവളുടെ സർവ്വവും തന്ന് എന്നെ ശക്തിപ്പെടുത്തി. അവളുടേതാണ് ഇസ്ലാം. നാം ഇന്ന് അനുഭവിക്കുന്ന ഇസ്ലാമിൻ്റെ നനവ്, ഇസ്ലാമിൻ്റെ ആർദ്രത, ഇസ്ലാമിൻ്റെ മധുരം, ഇതെല്ലാം ഖദീജയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊന്നിനും ഒരു മാതാവുണ്ട്. ഇസ്ലാമിൻ്റെ മാതാവ് ഖദീജയാണ്. അത് ഖദീജയുമായി ഉള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ്. പ്രവാചകൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഖദീജയുമായി ബന്ധപ്പെട്ട ജീവിതത്തെക്കുറിച്ചറിയണം. പ്രവാചകൻ ഒരുപാട് കല്യാണം കഴിച്ചു, ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ പ്രവാചകൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നുവെന്ന്, പ്രവാചകൻ്റെ ദാമ്പത്യം എന്തായിരുന്നുവെന്ന് പഠിക്കാൻ ഖദീജയെ അറിയണം. പ്രവാചകൻ്റെ മക്കളെ, ആ പുണ്യ പ്രകാശത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളെ, ആ പുണ്യപ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങളെ ലോകത്തിന് സമ്മാനിക്കാൻ അള്ളാഹു കണ്ടത് ഖദീജയെയാണ്. അതിലൂടെയാണ് ഫാത്തിമ ഉണ്ടായത്. ഫാത്തിമയിലൂടെയാണ് പ്രവാചകൻ്റെ പാരമ്പര്യം ഈ ലോകത്ത് നിലനിന്നത്. ഖദീജയിലൂടെയാണത്. പ്രവാചകനൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു, ഇബ്രാഹിം. മാരിയ എന്ന ഭാര്യയിൽ അവസാനം പ്രവാചകൻ്റെ വഫാത്തിൻ്റെ 2 വർഷം മുമ്പാണ് ആ കുട്ടി ജനിച്ചത്. പ്രവാചകൻ്റെ വഫാത്തിൻ്റെ മാസങ്ങൾക്ക് മുമ്പാണ് ആ കുട്ടി മരിച്ചുപോയത്. 2 വയസ്സ് വരെ മാത്രം ജീവിച്ചു. പക്ഷേ പ്രവാചകൻ്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്തുന്നത് ഖദീജയിലൂടെ, ഫാത്തിമയിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമ 2 പേരാണ്. ഒന്ന് ഇമ്രാൻ്റെ മകൾ ഈസയുടെ മാതാവ് മറിയം, മറ്റൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ. ലോകത്തിലേറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന, അത് കേവലമായ ഒരു പദവി നൽകി അനുഗ്രഹിക്കലായിരുന്നില്ല, അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന മുഹമ്മദ് നബിയില്ലേ, ഈ ലോകത്തിൻ്റെ ആചാര്യനായി, മഹാഗുരുവായി, ഖുർആനിൻ്റെ വാഹകനായി, ലോകത്തിൻ്റെ മാതൃകയായി നാം കൊണ്ടാടുന്ന മുഹമ്മദില്ലേ, ആ പ്രവാചകനെ നമുക്ക് കാഴ്ചവെച്ചത്, ഒരു തളികയിലെന്ന പോലെ നമുക്ക് കാഴ്ചവെച്ചത്
നമ്മുടെ മുന്നിൽ ആ മഹാ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചത് അത് ഖദീജയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഖദീജ ബീവിയെക്കുറിച്ച് 7-ലധികം ആയത്തുകൾ ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട് അവതരിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് സൂറത്തുൽ ദുഹയാണ്. അലം യജിദ്ക യതീമൻ ഫആവ, നീ അനാഥനായിരുന്നു, നിന്നെ നാം ചേർത്ത് നിർത്തി സനാഥനാക്കി. അത് അബൂ താലിബിനെ കുറിച്ചാണ്. പിന്നെ പറയുന്നു വവജദക ആയിലൻ ഫഅഗ്ന, നീ ദരിദ്രനായിരുന്നു, പക്ഷേ നിന്നെ നാം സമ്പന്നനാക്കി. ആ സമ്പന്നത ഖദീജ ബീവിയിലേക്കാണ്. സമൃദ്ധമായ പ്രവാചകന്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഖദീജ പ്രവാചകനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റേതെല്ലാം എൻ്റേതല്ല, അത് അങ്ങയുടേതാണ്. ഇനി ഇത് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങാണ്, എന്നോടൊരു വാക്ക് പോലും ചോദിക്കരുത്. എൻ്റെ സ്വത്ത് ഇനി മുതൽ എൻ്റേതല്ല, അതുകൊണ്ട് ഇത് എങ്ങനെയാണോ അങ്ങ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുക. എൻ്റെ സ്വത്ത് മുഴുവനും അങ്ങ് ഒരുമിച്ച് കൂട്ടി തീ കൊളുത്തി കത്തിച്ചു കളഞ്ഞാൽ എന്തിന് കത്തിച്ചു എന്ന് ഞാൻ ചോദിക്കില്ല. എൻ്റെ സ്വത്തെല്ലാം അങ്ങ് ഒരു കടലിൽ കൊണ്ടുപോയി ഒഴുക്കിയാൽ അതെന്തിനൊഴുക്കി എന്ന് ഞാൻ ചോദിക്കില്ല. എൻ്റെ സ്വത്തെല്ലാം അങ്ങ് ആർക്കെങ്കിലും വെറുതെ ദാനം ചെയ്താൽ എന്തിന് ദാനം ചെയ്തു എന്ന് ഞാൻ ചോദിക്കില്ല. ഇത് അങ്ങയുടേതാണ്. അങ്ങനെ സമർപ്പിച്ച ആ സമർപ്പണത്തിൽ നിന്നാണ് മുഹമ്മദ് എന്ന മഹാവൃക്ഷം പടർന്നു പന്തലിച്ചത്. വലിയ സൗകര്യങ്ങളുടെ, ഒരുപാട് പരിചാരകരുള്ള, ഒരുപാട് സംവിധാനങ്ങളുള്ള ഹുവൈലിദിൻ്റെ മകൾ ഖദീജയിൽ നിന്ന് ഷേബ് അബി താലിബ് എന്ന് പറയുന്ന താഴ്വരയിലേക്ക് പട്ടിണി കിടക്കാനെത്തുന്ന ഖദീജയ്ക്ക് പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അങ്ങ് കാരണമാണല്ലോ, നിങ്ങൾ കാരണമാണല്ലോ എനിക്ക് ഈ ഗതി വന്നു പോയത് എന്ന് ഖദീജ ഒരവസരത്തിലും പരിഭവിച്ചിട്ടില്ല. എല്ലാ ഘട്ടങ്ങളിലും അങ്ങാണ് എൻ്റെ സൗഭാഗ്യം, അങ്ങയോടൊപ്പമാണ് എൻ്റെ ജീവിതം പുഷ്കലമായത് എന്ന് പറഞ്ഞ് പ്രവാചകനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയുമായിരുന്നു ഖദീജ ചെയ്തത്. അതുകൊണ്ടാണ് ഖദീജ മരിച്ച വർഷം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പ്രവാചകൻ അടയാളപ്പെടുത്തിയത്. ഖദീജ ബീവിയിൽ പ്രവാചകന് ഒരു പെൺകുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ, അത് ഫാത്തിമയാണ്. നമ്മൾ സാധാരണ പറയും 4 പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ എന്നീ 3 പെൺകുട്ടികൾ കൂടി പ്രവാചകൻ്റെതായി പറയാറുണ്ട്. പക്ഷേ അത് പ്രവാചകൻ്റെതല്ല, ഖദീജ ബീവിയുടേതാണ്. ഖദീജ ബീവി പ്രവാചകനെ വിവാഹം ചെയ്യുന്നതിന് മുൻപേ ഉണ്ടായ മക്കളാണ് ആ 3 പേരും. പക്ഷേ അത് പ്രവാചകൻ്റെ മക്കളായിരുന്നു. തൻ്റെ മക്കളായിട്ടാണ് പ്രവാചകൻ കണ്ടത്, അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ടാണ് നാം അവരെ പ്രവാചകൻ്റെ മക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഖദീജ ബീവി പ്രവാചകൻ്റെതായി പ്രസവിച്ചത് ഫാത്തിമയെയാണ്. പിന്നെ 2 ആൺമക്കളെയും, അബ്ദുള്ള, ഖാസിം. ആ കുട്ടികൾ ചെറുതിലേ മരിച്ചുപോയി. അങ്ങനെ പ്രവാചകൻ്റെ റിസാലത്ത് എന്ന് പറയുന്നത്, പ്രവാചകത്വം എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. അത് വലിയ വമ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പ്രവാചകനിലേക്ക് വന്നു ചേർന്നപ്പോൾ ആ ഉത്തരവാദിത്തത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് നമുക്കറിയാമല്ലോ. മലയിറങ്ങി വന്ന് സമ്മിലൂനി എന്ന് പറയുന്ന ഒരു മുഹമ്മദുണ്ട്. എനിക്ക് ആധിയാകുന്നു, എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനോട് ഖദീജ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു വർത്തമാനം ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത് ഖദീജയിൽ നിന്നായിരിക്കണം നാം ആദ്യം കേൾക്കുന്നത്. ഖദീജ പറയുന്നു, കല്ല ലാ യുഖ്സീക അല്ലാഹു മാ യുഖ്സീക അല്ലാഹു അബദ. അല്ല, അങ്ങനെയല്ല കാര്യം, ഒരിക്കലും നിങ്ങളെ അല്ലാഹു കൈവിടില്ല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കൽ വതക്സിബുൽ മഅദൂം വതഖ്റിൽ ലൈഫ്. നിങ്ങളെ എങ്ങനെയാണ് അല്ലാഹു കൈവിടുക? ഈ ലോകത്തിലെ ഏറ്റവും ഉന്നത സ്വഭാവിയായ ഒരു മനുഷ്യനങ്ങാണ്, കള്ളം പറയാത്തവൻ, വിശ്വസ്തൻ, എല്ലാവർക്കും കൂട്ടുകാരൻ, ആലംബഹീനരായ ആളുകൾക്ക് അഭയസ്ഥാനം. എല്ലാവരും അങ്ങയുടെ ആതിഥ്യം കൊതിക്കുന്നു, എല്ലാവരും അങ്ങയോടൊപ്പം ചേരാൻ കൊതിക്കുന്നു. ഇത്ര നല്ലൊരു മനുഷ്യനായ അങ്ങയെ ആരാണ് കൈവിടുക? അള്ളാഹു കൈവിടില്ല, അങ്ങയോടൊപ്പം അള്ളാഹു ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രവാചകന്റെ പ്രവാചകത്വത്തെ ആദ്യമായി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഖദീജയാണ്. അവിടെ നിന്നാണ് പ്രവാചകൻ ലോകത്തോട് സംസാരിക്കുന്നത്. ഇനിയൊന്ന് ഓർത്തു നോക്കൂ, പ്രവാചകൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഖദീജ പറയുന്നു നോക്കുക, അല്ല നിങ്ങൾക്കെന്ത് വട്ടാണോ? എന്തുണ്ടാകാൻ? നിങ്ങൾ വെറുതെ
പിച്ചുമ്പേയും പറയുന്നു അടങ്ങിക്കിടക്ക് എന്നായിരുന്നു ഒരു സാധാരണ നിലയ്ക്ക് ഒരു പെണ്ണ് പറയാൻ സാധ്യതയുള്ള വാക്കെന്ന നിലയ്ക്ക് ഖദീജ പറഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന മുഹമ്മദിനെ കാണുമായിരുന്നില്ല. ഇന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മഹാഗുരുവിനെ പ്രത്യക്ഷത്തിൽ നമുക്ക് കൊണ്ടാടാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് അള്ളാഹു ആ വഴി നിശ്ചയിച്ചത്. അങ്ങനെയാണ് ആ ഒരു പ്രകാശത്തെ ലോകത്തിന് കൈമാറിയിട്ടുള്ളത്. ഖദീജ പ്രവാചകൻ്റെ ഭാര്യയാണ്. ഖദീജ പ്രവാചകൻ്റെ മക്കളുടെ ഉമ്മയാണ്. പ്രവാചകൻ്റെ ആദ്യത്തെ ശിഷ്യയാണ്. ഒരുപക്ഷെ പ്രവാചകൻ്റെ മറ്റൊരു മേഖലയിലുള്ള ഗുരുവാണ്. പ്രവാചകൻ്റെ മകളായി, പ്രവാചകൻ്റെ ഉമ്മയായി, പ്രവാചകൻ്റെ സഹോദരിയായി, പ്രവാചകൻ്റെ കൂട്ടുകാരിയായി, പ്രവാചകൻ്റെ സഹപ്രവർത്തകയായി, ഇവിടെയൊക്കെ ഏതൊക്കെ റോളുകളിൽ ഒരു സ്ത്രീക്ക് ആയിത്തീരാമോ അങ്ങനെയൊക്കെ ആയിത്തീർന്ന, പ്രവാചകൻ്റെ കുടയായി മാറിയ, പ്രവാചകൻ്റെ തണലായി തീർന്ന, പ്രവാചകൻ്റെ കുളിരായി ഒഴുകിയ ഒരു മഹാവൃക്ഷത്തിൻ്റെ മഹാസാന്നിധ്യത്തിൻ്റെ പേരാണ് ഖദീജ. ആ ഖദീജയിൽ നിന്നാണ് പ്രവാചകൻ്റെ ദാമ്പത്യത്തെ, കുടുംബജീവിതത്തെ നാം അളക്കേണ്ടത്. 27 വർഷം പ്രവാചകൻ്റെ ജീവിതത്തെ 26 വർഷം തികയുന്ന ഘട്ടം വരെ അങ്ങക്ക് മറ്റൊരു വിവാഹം ചെയ്യാം, ഞാനും അങ്ങും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്, ഇപ്പോഴും അങ്ങ് ചെറുപ്പമാണ്, മറ്റൊരു വിവാഹം ചെയ്യാം എന്ന് ഖദീജ പലതവണ പറഞ്ഞിട്ടുണ്ട് നബിയോട്. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത്, നീയാകുന്ന പാത്രത്തിൽ നിന്ന് ഞാൻ കുടിച്ചു തീർന്നിട്ടില്ലല്ലോ, നീയാകുന്ന പാത്രത്തിൽ നിന്ന് കുടിച്ചു തീർന്നിട്ടില്ലല്ലോ, നമ്മുടെ പ്രേമചഷകത്തിൽ കുറവ് വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനെനിക്ക് മറ്റൊരു പെണ്ണ്, മറ്റൊരിണ എന്നായിരുന്നു. അങ്ങനെയാണ് അവർ ജീവിച്ചത്, അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഖദീജ മരണപ്പെട്ട സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ വലത് കൈയാണ് മുറിഞ്ഞു പോയത്, എൻ്റെ ആലംബമാണ് നഷ്ടപ്പെട്ടു പോയത്, എൻ്റെ ഊന്നുപടിയാണ് പൊട്ടിപ്പോയത് എന്ന്. അതുകൊണ്ടാണ് പ്രവാചകൻ തായിഫിലേക്ക് പോയത്. പ്രവാചകൻ തായിഫിലേക്ക് പോകുമ്പോൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഖദീജയില്ലാത്ത മക്കയിൽ ജീവിക്കാൻ സാധ്യമല്ല, മക്ക ശൂന്യമായി പോയിരിക്കുന്നു എന്നാണ്. പ്രണയത്തിൻ്റെ നഷ്ടം ഏറ്റവും വലിയ ശൂന്യത സമ്മാനിക്കും. പ്രണയത്തിൻ്റെ അഭാവം മനുഷ്യനെ നാടുവിടാൻ പ്രേരിപ്പിക്കും. ഖദീജയിൽ നിന്ന് പ്രവാചകൻ അനുഭവിച്ചത് മക്കയുടെ നിറവായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ പ്രവാചകൻ തായിഫ് തേടിപ്പോയി. തായിഫിൽ നിന്ന് തിരിച്ചു വന്നു എങ്കിൽ പോലും പിന്നീട് പ്രവാചകന് മക്കയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മദീന തേടിപ്പോയത്. എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലായിത്തീരാൻ സാധിക്കുക? അങ്ങനെയെല്ലാമായി തീർന്ന ഒരു ജീവിതമായിരുന്നു അത്. പുഷ്കലമായ ജീവിതം, സമൃദ്ധമായ ജീവിതം, ആഘോഷിച്ച ജീവിതം. ഒരു ഘട്ടത്തിൽ പോലും പ്രവാചകന് ഖദീജയോട് പിണങ്ങി നിൽക്കേണ്ടി വന്നില്ല. ഖദീജയ്ക്ക് പ്രവാചകനോടും പിണങ്ങി നിൽക്കേണ്ടി വന്നില്ല. ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് പോലും പരസ്പരം പറയേണ്ടി വന്നില്ല. തൻ്റെ ഭർത്താവ് കേവലം ഒരു പുരുഷനല്ലെന്നും ഈ ലോകത്തിൻ്റെ മഹാഗുരുവാണെന്നും തിരിച്ചറിഞ്ഞയാളായിരുന്നു ഖദീജ. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന സമയത്ത്, അന്ന് ഖദീജയ്ക്ക് വയസ്സ് 55, ഒറ്റയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ 2000 അടി ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ, മേലെ ഒരു മലയുടെ ഉള്ളിലൊരു ഗഹ്വരത്തിൽ പ്രവാചകൻ താപസനായിരിക്കുന്ന സമയത്ത് എന്തോ ഉള്ളിൽ പടയുന്ന അസ്വസ്ഥതയ്ക്കൊരു ശമനത്തിന് വേണ്ടി, എന്തോ പ്രപഞ്ചത്തിലെ ഏതോ ഒരു അദൃശ്യ ശക്തിയിൽ ഭരമേൽപ്പിച്ച് ഒറ്റയ്ക്കവിടെ പോയി കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഖദീജ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കുളിക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ആഹാരവുമായി മെല്ലെ മെല്ലെ പടവുകൾ കയറി മുകളിലേക്ക് പോകുന്നത്, അവിടെ വെച്ച് പ്രിയപ്പെട്ടവനോടൊപ്പം കുറേ നേരം ഇരിക്കുന്നത്, അദ്ദേഹത്തെ കുളിപ്പിക്കുന്നത്, അദ്ദേഹത്തെ കഴിപ്പിക്കുന്നത്, എല്ലാം കഴിഞ്ഞ് സ്നേഹത്തോടെ ഒന്ന് തലോടി തിരിച്ചു വരുന്നത്, എത്രയോ തവണ ആവർത്തിച്ച കാഴ്ചയാണിത്. അങ്ങനെയാണ് പ്രവാചകനാകുന്നതിന് മുൻപേ വെറും മുഹമ്മദായിരിക്കെ ഇതൊരു സാധാരണ മനുഷ്യനല്ലെന്ന്, എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ടെന്ന്, എന്തൊക്കെയോ നിറവുണ്ടെന്ന്, ഈ മനുഷ്യനിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്, ആ അസ്റാറുകൾക്ക് കാവൽക്കാരിയായിരിക്കേണ്ടവളാണ് താനെന്ന് അറിഞ്ഞവളായിരുന്നു ഖദീജ. അങ്ങനെയാണ് ഖദീജ പ്രവാചകൻ്റെ തണലായി തീർന്നത്. അങ്ങനെയാണ് പ്രവാചകൻ ഒഴുകാനുള്ള തോണിയായി മാറിയത്. ഒരു മഹാപ്രളയത്തിൽ എല്ലാവരും ബഹിഷ്കരിച്ചു.
ഭ്രാന്തെന്ന് പറഞ്ഞു. ഇന്നലെ വരെ ഒന്നിച്ച് നിന്നവർ, ഇന്നലെ വരെ കൂടെ നിന്നവർ, ഇന്നലെ വരെ അഭിനന്ദിച്ചവർ അവരെല്ലാവരും കൈയൊഴിഞ്ഞു, മാറിപ്പോയി. ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ മുഹമ്മദിന് തോണിയായി മാറിയവൾ ഖദീജ. ആ ദാമ്പത്യത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പെണ്ണുകെട്ട് വീരനല്ല മുഹമ്മദ്, ഒരൊറ്റ ഭാര്യയോടൊപ്പം ജീവിച്ചയാളാണ്, പ്രണയിച്ച് ജീവിച്ചയാളാണ്. ആ പ്രണയത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും പൂർണ്ണത പ്രാപിച്ചയാളാണ്. അങ്ങനെയാണ് മുഹമ്മദ് നബിയെ നാം മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിച്ചത് എന്താണ്? പ്രവാചകൻ്റെ മറ്റ് ഭാര്യമാരും മറ്റ് കഥകളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്നായി പറയാം. ഖദീജയിൽ നിന്ന് തുടങ്ങണം. അത് മുഹമ്മദ് നബിയുടെ കുടുംബജീവിതം മാത്രമല്ല, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവും മുഹമ്മദ് നബിയുടെ ജീവിതവുമെല്ലാം ഖദീജയിൽ നിന്ന് തുടങ്ങണം. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതാണ് പ്രവാചകൻ്റെ കഥകൾ ആരംഭിക്കുന്ന കേന്ദ്രസ്ഥാനം. അങ്ങനെയാണ് കറങ്ങുന്നത്. ആ ഖദീജയെ മനസ്സിലാക്കിയാൽ മുഹമ്മദിനെ മനസ്സിലാക്കി. ഖദീജയെ മനസ്സിലാക്കിയില്ലെങ്കിലോ മുഹമ്മദിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെയാണ് അതിൻ്റെ ആരംഭം, അവിടെയാണ് അതിൻ്റെ കേന്ദ്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വ അസ്തഗ്ഫിഹി അന്നി വ അൻകും വ അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നിൽ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. ഈ ഖദീജ ബീവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ ചിലരൊക്കെ പറയും ഖദീജ ബീവിയെക്കുറിച്ചൊക്കെ പറയുന്നത് ഷിയാക്കളാണ് എന്ന്. അലിയാർ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയും. ഹസൻ ഹുസൈൻ എന്ന പ്രവാചക പൗത്രന്മാരെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയും. ഷിയാക്കൾ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഷിയാക്കളെന്നല്ല, എന്ത് തരം പേര് വിളിച്ച് മുദ്രകുത്തിയാലും പ്രവാചകൻ്റെ ഈ പ്രിയപ്പെട്ടവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ചാർത്തുന്ന മുദ്രകളിൽ ഭയപ്പെടുന്നവരല്ല നമ്മൾ. ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ ആക്ഷേപത്തെ ഭയപ്പെടുന്നവരുമല്ല. ലാ യഖാഫൂന ലൗമത്ത ലായിം. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കും, മുദ്ര ചാർത്തുന്നവർ മുദ്ര ചാർത്തിക്കൊണ്ടിരിക്കും, അതവരുടെ പണിയാണ്. പക്ഷേ നാം പ്രവാചകൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയും. പ്രവാചകനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണത്. പ്രവാചകനെക്കുറിച്ച് പറയുന്നത് എത്രമേൽ ആനന്ദലഹരിയോടെയാണോ അത്രമേൽ ആനന്ദലഹരിയോടെയാണ് നാം ഖദീജയെക്കുറിച്ച് പറയുക. അത്ര തന്നെ ആനന്ദത്തിലാണ് ഫാത്തിമയെക്കുറിച്ചും അലിയെക്കുറിച്ചും ഹസനെക്കുറിച്ചും ഹുസൈനെക്കുറിച്ചും ഒക്കെ പറയുക. കാരണം അത് പ്രവാചകനിൽ നിന്ന് വേറിട്ട അസ്തിത്വങ്ങളല്ല എന്ന് നമുക്കറിയാം. അതിനാൽ നിങ്ങൾ എന്ത് മുദ്ര ചാർത്തിയാലും കുഴപ്പമില്ല, ആ മുദ്രകളൊക്കെ ചാർത്തിക്കൊള്ളൂ, അതൊക്കെ ഞങ്ങൾ അലങ്കാരമായി സ്വീകരിച്ചോളാം. പക്ഷേ ഈ പറച്ചലിനെ ഇല്ലായ്മ ചെയ്യാനോ പറച്ചലിനെ കുറക്കാനോ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രവാചകൻ്റെ കുടുംബത്തെക്കുറിച്ച്, അഹ്ലുബൈത്തിനെക്കുറിച്ച്, പ്രവാചകൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഇനിയും ജീവനുള്ള കാലത്തോളം പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ, അല്ലാത്തവർ കാതു പൊത്തട്ടെ. അല്ലാതെ മുദ്ര ചാർത്തിയത് കൊണ്ട് പിന്മാറിക്കളയും എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നിങ്ങളെ ഉണർത്താനുള്ളത്, നമ്മുടെ അകമ്പൊരുളിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളം ആവുകയാണ്. ഇതിനിടയിൽ പലരും നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മുതിർന്നവരായ ഞങ്ങൾക്കെല്ലാം ഇക്കാര്യം പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ മക്കൾക്കിത് പറഞ്ഞു കൊടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന്. അതിന് വേണ്ടുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വർഷം കൗമാരക്കാരായ മക്കൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ക്യാമ്പ് വെക്കുന്നുണ്ട്. ഒരാഴ്ചക്കാലത്തെ ആധ്യാത്മികമായ കുട്ടികളുടെ ഒരു യാത്ര എന്നുള്ള നിലക്ക് മലപ്പുറത്ത് വെച്ചാണ്. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയുള്ള റെസിഡൻഷ്യൽ ക്യാമ്പാണ്.
8ാം തരം മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അത് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറിയ മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഒരു ക്ലാസ് എടുക്കലോ എന്തെങ്കിലും പഠിപ്പിക്കലോ ഒന്നുമല്ല, കുട്ടികളോടൊപ്പം ജീവിക്കലാണത്. അവർക്ക് ഉള്ള നാനോന്മുഖമായ അറിവുകൾ പകരലാണത്. മധുരമുള്ള ഇസ്ലാമിനെ, സുഗന്ധമുള്ള ഇസ്ലാമിനെ, വഷളത്തരങ്ങളില്ലാത്ത ഇസ്ലാമിനെ പരിചയപ്പെടുത്തലാണത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാഗുരുക്കന്മാരെയും പരിചയപ്പെടുത്തലാണത്. എല്ലാ വേദങ്ങളെയും പരിചയപ്പെടുത്തലാണത്. അങ്ങനെ കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും നടന്നും യാത്ര ചെയ്തുമെല്ലാം കുട്ടികൾ ഇസ്ലാമിൻ്റെ അകമ്പൊരുൾ കണ്ടെത്താൻ വേണ്ടി, ഖുർആനിൻ്റെ അകമ്പൊരുൾ കണ്ടെത്താൻ വേണ്ടി, വേദങ്ങളുടെ അകമ്പൊരുൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നൊരു ശ്രമമാണത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അതിലേക്ക് അയക്കണം. വലിയ ചിലവൊന്നുമില്ല. ഒരാഴ്ച അവർ അവിടെ താമസിച്ച് പഠിക്കട്ടെ, ഇസ്ലാമിൻ്റെ മധുരം നുണയട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.